തിരുവനന്തപുരം നെടുമങ്ങാട് മരത്തിന്റെ ശിഖരമൊടിഞ്ഞ് റോഡിലേക്ക് വൈദ്യുതി ലൈൻ പൊട്ടി വീണ് വിദ്യാർത്ഥി മരിച്ചു. 19 വയസ്സുള്ള അക്ഷയാണ് മരിച്ചത്. കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അക്ഷയ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് മരത്തടിയിൽ തട്ടി വൈദ്യുത പോസ്റ്റിലേക്ക് വീഴുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 2 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. നെടുമങ്ങാട് പനയമുട്ടം ഭാഗത്താണ് റോഡിലേക്ക് വൈദ്യുത പോസ്റ്റ് വീണ് കിടന്നിരുന്നത്. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന അക്ഷയും ബൈക്കിലൊപ്പം ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളും മരത്തിൽ തട്ടി വീഴുകയായിരുന്നു. ബൈക്കിൽ പുറകിലുണ്ടായിരുന്ന സുഹൃത്തുക്കൾ കാര്യമായ അപകടം പറ്റാതെ രക്ഷപ്പെട്ടു. എന്നാൽ അക്ഷയ് വൈദ്യുത പോസ്റ്റിലേക്ക് വീണ് ഷോക്കേറ്റ് മരിക്കുകയായിരുന്നു. പ്രദേശത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലുള്ള മരത്തിന്റെ ഒരു വലിയ ചില്ലയാണ് പോസ്റ്റിലേക്ക് ഒടിഞ്ഞു വീണത്. കഴിഞ്ഞ 6 മാസമായി KCBയും പഞ്ചായത്ത് അധികൃതരും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കണമെന്ന് സ്ഥലത്തിന്റെ ഉടമയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ വ്യക്തി മരങ്ങൾ മുറിച്ചു നൽകാൻ തയ്യാറായിരുന്നില്ല. സംഭവത്തിൽ ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുമെന്ന് വൈദ്യുത മന്ത്രി K. കൃഷ്ണൻകുട്ടി അറിയിച്ചു. MLA വിളിച്ചു പറഞ്ഞു, ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ കാറ്റിൽ മരം വീണതാണ്. ആ മരം പ്രൈവറ്റുകാരുടെയാണ്. അയാൾ അതിന് മുമ്പ് അത് കൊടുത്തിട്ടും മുറിക്കാൻ സമ്മതിച്ചിട്ടില്ല. അതിൻ്റെ നിയമപര നടപടി എന്താണെന്ന് അത് ചെയ്തോട്ടെ. ഇപ്പോൾ ചീഫ് എഞ്ചിനീയറിനെ ഉടൻ തന്നെ അന്വേഷിക്കാനുള്ള ഏർപ്പാട് ഇതിൻ്റെ അദ്ദേഹം ഇപ്പോൾ തന്നെ പോയി എവിടെയാണ് പാളിച്ച വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പേരിൽ നടപടി ഉണ്ടാവും. KCB ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയായി. വൈദ്യുത പോസ്റ്റിന് ബലക്ഷയമില്ലെന്നും പോസ്റ്റിന് സ്റ്റേ കമ്പി ഉണ്ടായിരുന്നെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഈ പ്രദേശത്തിൻ്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ചിട്ട് നമ്മുടെ ഈ റബ്ബർ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഈ കാറ്റത്തും മഴയത്തും മരങ്ങൾ ധാരാളം വീണിട്ടുള്ള നമുക്ക് ഇൻട്രപ്ഷൻസും ഡാമേജസും ഉണ്ട്. അപ്പോൾ ഈ ലൈന് ഈ പള്ളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ലൈനാണ്. അപ്പോൾ ഇത് മരക്കമ്പ് വീണപ്പോഴത്തേക്ക് ഒരു സിംഗിൾ ഫേസ് ലൈനായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ കാറ്റുള്ളത് കൊണ്ടായിരിക്കാം ഇത് പൊട്ടിയെന്നാണ് മനസ്സിലാകുന്നത്. നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലുള്ള അക്ഷയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.